ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് സെപ്റ്റംബർ 15 പരിശുദ്ധ വ്യാകുല മാതാവിന്റെ തിരുനാൾ. 7 വാളുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മയുടെ ചിത്രം നമുക്ക് സുപരിചിതമാണ്. മകന്റെ മൃതശരീരം മടിയിൽ ഏറ്റുവാങ്ങി ആ പരിശുദ്ധ അമ്മയുടെ ഇരിപ്പ് പിയാത്ത എന്ന രൂപത്തിലൂടെ നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ളതാണ്. വ്യാകുല മാതാവിന്റെ തിരുനാള് വന്ന വഴിയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഈ ഭക്തി രൂപപ്പെട്ടത് 1233 7 വ്യക്തികൾ ചേർന്ന് തുടക്കം കുറിച്ച സെർവൻസ് ഓഫ് മേരി എന്നറിയപ്പെടുന്ന സെർവൈറ്റ് ഓർഡറിന്റെ ഒരു സന്യാസ സഭയുടെ ഭക്തിയിൽ നിന്നുമാണ്. പിൽക്കാലത്ത് 1239 പരിശുദ്ധ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ വ്യാകുല രഹസ്യങ്ങൾ, 7 വ്യാകുലങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ അത് ലോകത്തിനോട് വിളിച്ചു പറയണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. പക്ഷെ ഇതല്ല ആ ഒരു നാട്ടിൽ മാത്രം, ഫ്ലോറൻസിൽ നിന്നുമാണത്, ആ നാട്ടിൽ മാത്രം പ്രചരിച്ച ആ ഒരു വളരെ ചെറിയ പ്രദേശത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു ഭക്തി പിൽക്കാലത്ത് പരിശുദ്ധ അമ്മ തന്നെ ഈ സന്യാസിമാരിലും മിഷണറിമാരിലൂടെ പ്രചരിപ്പിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയും അത് പ്രചരിക്കുകയും ചെയ്തു. പക്ഷെ അതിനൊരു ഔദ്യോഗികമായ അംഗീകാരം വരുന്നത് 1814 പിയൂസ് 7 പാപ്പയുടെ ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു യുദ്ധം നടക്കുകയും 7 പിയൂസ് പാപ്പായെ നെപ്പോളിയൻ ബോണപ്പാർട്ട് ചക്രവർത്തി തടവിലാക്കുകയും ചെയ്തു. ഈ തടവിലായ പാപ്പായുടെ പ്രാർത്ഥന പരിശുദ്ധമ്മ കേട്ട് ഈ തടവറ തുറന്ന് ആ തടവറയിൽ നിന്നും പാപ്പായെ മോചിപ്പിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു. പക്ഷെ ഇതിനുശേഷം അയാളുടെ പൂർണ്ണമായ പരാജയമാണ്. ആ പരാജയത്തെ തുടർന്നാണ് സ്വതന്ത്രമാക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇയാൾ പിന്നീട് ഒളിവിൽ പോകേണ്ടി വരുന്നു. അങ്ങനെ 1815 മുതൽ നെപ്പോളിയൻ ഒളിവിൽ പോവുകയും പിന്നീട് 1820-21 മറ്റോ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യാണ്, ഉദര ക്യാൻസറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. പക്ഷെ ഈ ഒരു ചരിത്ര സംഭവം പാപ്പ വളരെ കാര്യമായിട്ട് ലോകത്തോട് ഒരു സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയുടെ വ്യാകുല മാതാവിന്റെ തിരുനാള് ആ തീയതി പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞത്. അന്ന് തൊട്ടാണ് വ്യാകുല മാതാവിന്റെ തിരുനാൾ നമ്മൾ ആചരിക്കാൻ തുടങ്ങുന്നത്. വാള് കടന്നു കയറിയ വിമല ഹൃദയം ആണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയത്തിന്റെ ചിത്രത്തിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അതിന് എന്താണ് ഈ വാള്? നമുക്ക് സഹനമാണ്, വേദനയാണ് ഈ വാളെന്നൊക്കെ നമ്മൾ പര്യാവർത്തി ചിന്തിക്കുന്നുണ്ടെങ്കിലും തിരുവചനത്തിൽ വാള് എന്ന് പറയുന്നത് വചനത്തെ കുറിച്ച് തന്നെയാണ്. 2 വചനഭാഗം നമുക്ക് കാണാൻ സാധിക്കും. എഫെസൂസുകാർക്കെതിരെ 6:17 അത് പറയുന്നത് ഇങ്ങനെയാണ്: ഈ വെളിച്ചത്തിന്റെ പോരാളി, ക്രിസ്തുവിന്റെ പടയാളിയുടെ ആ ഒരു പടച്ചട്ടയുമായിട്ട് ബന്ധപ്പെട്ട്, പടയാളിയുടെ വസ്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സത്യം കൊണ്ട് തലമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ്, സമാധാനത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിച്ച്, വിശ്വാസത്തിന്റെ പരിചയം എടുത്ത്, വചനമാകുന്ന വാളുകൊണ്ട് യുദ്ധം ചെയ്യുക. ഈ വചനമാകുന്ന വാളുകൊണ്ട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അത് വചനമാണ് ആ വാള്. ഹെബ്രായർക്ക് ലേഖനത്തിൽ നമ്മൾ 4-12 വായിക്കുന്നുണ്ട്: ഈ ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ച ഈ വചനത്തിലുണ്ട്. അത് ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും മജ്ജയും ഒക്കെ തുളച്ചു കയറി ഹൃദയത്തിനെ വിവേചിച്ചറിയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വചന ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് ഹെബ്രായർ 4:12. അത് ഇരുതല മൂർച്ചയുള്ള വാള്, 2 വശത്തും മൂർച്ചയുണ്ട് എന്ന രീതിയിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് മധ്യഭാഗത്ത് നമ്മൾ ഈ 2H സോഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിന്റെ ആ കളരിയിലൊക്കെ അങ്ങനത്തുള്ള വാളുകൾ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കടാരയൊക്കെ ഈ 2 ഭാഗത്തും മൂർച്ചയുണ്ട്. ഒരു ഭാഗത്ത് മാത്രമല്ല വാളായിട്ടിരിക്കുന്നത്, 2 ഭാഗത്തും വാള് നടുക്ക് പിടിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഇരുതല മൂർച്ചയുള്ള വാൾ, അങ്ങനെയാണ് അതിന് പോയത്. നമുക്ക് ആ നടുക്ക് പിടിക്കുക എന്നുള്ളത്, വചനത്തിനെ നടുക്ക് പിടിക്കുക. നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ വചനത്തിനെ നടുക്ക് പിടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അത് കുറെക്കൂടി അതിന്റെ ബൈബിളിന്റെ ചില നിരീക്ഷണങ്ങളിലൊക്കെ പറയുന്നതനുസരിച്ച് ബൈബിളിന്റെ മധ്യഭാഗത്ത് വരുന്ന വചനം എന്ന് പറയുന്നത് 118 സങ്കീർത്തനം 8 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നതാണ് നല്ലത്. ദൈവത്തിൽ
ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ആ ബൈബിളിന്റെ നടുക്കുള്ള ഈ ഇരുതരം മുറിച്ചുള്ള വാളിന്റെ നടുക്ക് പിടിക്കുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കാണുന്ന വരി. എന്താണെങ്കിലും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ തിളച്ചു കയറിയ വാളെന്ന് പറയുമ്പോൾ ആ 7 വാളുകളൊക്കെ നമ്മൾ സാധാരണ വാളുകളാണ്. പക്ഷെ ഈ ഇരുതരം മുറിച്ചുള്ള വാളാണ് അത് എങ്കിൽ എന്താണ് സംഭവിക്കുക? മാതാവിനോട് നമ്മൾ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ മറുവശം നമ്മുടെ ഹൃദയത്തിൽ തിളച്ചു കയറണം. മറിയത്തിന്റെ ഹൃദയത്തിൽ തിളച്ചു കയറിയ വാളിന്റെ മറുവശം നമ്മുടെ ഹൃദയത്തിൽ തിളച്ചു കയറണം. ഇതാണ് ഇരുതരം മുറിച്ചുള്ള വാള് ആയ വചനം മാതാവ് ഹൃദയത്തിൽ ഉദരത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. വചനം മാംസമായി ഉദരത്തിലൂടെ, വചനം വാക്കും പ്രവൃത്തിയുമായി ജീവിതമായി ഹൃദയത്തിലൂടെ. ഉദരത്തിലും ഹൃദയത്തിലും ആ വചനം സ്വീകരിച്ച മറിയത്തെ സൂചിപ്പിക്കുന്നതാണ് വചനമാകുന്ന വാൾ സ്വീകരിച്ച മറിയം എന്ന് പറയുന്നത്. നമുക്ക് 7 വ്യാകുലങ്ങൾ എന്ന് പറയുന്നത് ശിമയോന്റെ പ്രവചനമാണ് ഒന്നാമത്തെ വ്യാകുലം. രണ്ടാമത് ഈജിപ്തിലേക്കുള്ള പലായനമാണ്. മൂന്നാമത്തത് ദേവാലയത്തിൽ ഈശോയെ നഷ്ടപ്പെട്ടു പോകുന്ന 12-ാം വയസ്സിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. നാലാമത്തത് കുരിശിന്റെ വഴിയിൽ ഈശോയ്ക്ക് കൂട്ടുപോകുമ്പോൾ ആ ഈശോയുടെ സഹനം കാണുമ്പോഴുള്ള വേദനയാണ്. അഞ്ചാമത്തത് ഈശോയുടെ കുരിശ് മരണം കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്നു. 6 മടിയിലേക്ക് മൃതശരീരം ഏറ്റുവാങ്ങുന്നു. 7 യേശുവിന്റെ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഈ 7 വ്യാകുലങ്ങളായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഈ വ്യാകുലങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മംഗളവാർത്തയാണ്. പക്ഷെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അമംഗള വാർത്ത ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിവോൾട്ട് പബ്ലിക്കേഷന്റെ ഷാരോൺ എഴുതിയ, ഞങ്ങൾക്ക് സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട്, കറുത്ത വെളുത്ത ക്രിസ്തുവിനെ തേടി എന്ന് പറയുന്ന പുസ്തകം. അത് വളരെ മനോഹരമായിട്ട് ഇതിന്റെ ഒരു മറുവശം പറഞ്ഞു പോകുന്നൊരു പുസ്തകമാണ്. അതിന്റെ ആദ്യ അധ്യായം ഇങ്ങനെ ഇതിനെക്കുറിച്ച് തന്നെയാണ്, ഈ അമംഗള വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിന്റെ ടൈറ്റിൽ. ഒരു 10-16 വയസ്സ് പ്രായം മാത്രമുള്ളൊരു പെൺകുട്ടിക്ക് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ ഗർഭിണിയാകുമെന്നൊക്കെ പറയുക. ഇതിന് വേറെ സാക്ഷികളൊന്നുമില്ല. ആ നാട്ടിലെ രീതി അനുസരിച്ചാണെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്. ആ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ കാട്ടുന്നൊരു ചങ്കൂറ്റം ഉണ്ടല്ലോ. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യാകുലങ്ങളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുക, ടെൻഷൻസ്. ഇത് തന്നെയാണ് ശിമയോന്റെ പ്രവചനത്തിൽ കാണാൻ സാധിക്കും. ശിമയോന്റെ പ്രവചനം പറയുമ്പോഴത്തേക്കും ശിമയോൻ പറയുന്നത് ഇങ്ങനെ ആ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയുകയാണ്, ഇവൻ വിവാദ വിഷയമായ ഒരു അടയാളമായി മാറും, പലരുടെയും ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈശോയുടെ കയ്യിലെടുത്തിട്ട് പറഞ്ഞിട്ടാണ് പറയുന്നത് നിന്റെ ഹൃദയത്തിലുള്ള വാള് കിടക്കും. ഇത് ദൈവപുത്രനാണെന്നൊക്കെ അറിയാമെങ്കിൽ ഇതിന് എന്തൊക്കെയായി പെടാൻ പോകുന്നു എന്നുള്ള ഒരു പിടിയുമില്ല. ആണ് മറിയം അനുഭവിക്കുന്നൊരു വേദന. ഈ മറിയം ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞ് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഏതൊരമ്മയ്ക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് രൂപപ്പെട്ടു വരുന്നതിന്റെ പേരിൽ ഇതുവരെ ഇഷ്ടമുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് തൊട്ട് ഇഷ്ടമില്ല എന്നുള്ളതാണ്. മനമെടുക്കുന്ന അല്ലെങ്കിൽ മനമെടുക്കുന്ന ഒരു ഗന്ധമായി മാറുന്ന, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ തോന്നുന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഗർഭിണികളുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരാൾക്കും വരുന്നൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രിയങ്ങൾ ഇന്ന് അപ്രിയമായി മാറിയിരിക്കുക. ഈ ചില ശീലങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു, ചില കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് തോന്നുന്നു, ചില രീതികൾ വേണ്ടെന്ന് തോന്നുന്നു, ചില സംസാര ശൈലി വേണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും എനിക്ക് ഇനി നിരക്കുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഈശോയ്ക്ക് നിരക്കുന്നതല്ല എന്ന് തീരുമാനിക്കുക. രണ്ടാമത്തത്, ഇന്നലെ വരെ അത്ര പ്രിയം തോന്നാറുന്ന പല കാര്യങ്ങളും ഇന്ന് കൂടുതൽ പ്രിയമുള്ളതായിട്ട് മാറുന്നു. നമ്മൾ ഈ ഗർഭിണികള് പച്ചമാങ്ങ വേണോ അല്ലെങ്കിൽ മസാല ദോശ വേണോ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാട്ടു ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലൊക്കെ കാണുന്നൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ ചില അത്ര പ്രിയമെന്നൊക്കെ പറയാറുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് പ്രിയപ്പെട്ടായിട്ട് മാറുന്നു എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കുറെ കൂടെ നേരം പ്രാർത്ഥിക്കാൻ തോന്നുന്നു, കുറെ കൂടെ നല്ല സൗഹൃദങ്ങളിൽ ഏർപ്പെടാൻ തോന്നുന്നു, കുറെ കൂടെ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ തോന്നുന്നു, ഇത്രയും നേരം കൂടെ പള്ളിയിൽ ഇരിക്കാൻ തോന്നുന്നു, ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു ഇപ്പൊ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കണം എന്നൊരു തോന്നലുണ്ടാവുന്നു, കുറെ നല്ല പ്രിയങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇത് തന്നെയാണ് നമ്മളിൽ സംഭവിക്കേണ്ടത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ഇങ്ങനെയൊക്കെ ക്രിസ്തു ഉദരത്തിൽ, മറിയത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ടു വന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെട്ടു വന്നിട്ട് ആ ക്രിസ്തുവിനെ വാക്കും പ്രവൃത്തിയുമായിട്ട് ജന്മം നൽകുവാനായിട്ട് ഒതുങ്ങുമ്പോൾ ഒരു ഈറ്റുനോവുണ്ട്. ഈ ഈറ്റുനോവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഗലാത്യർ 4:9 പറഞ്ഞു, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുമ്പോൾ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നതിനെ കുറിച്ചാണ് പൗലോസിനെ അത്രയും ഉപദേശിച്ച് അവരിൽ ക്രിസ്തു രൂപപ്പെടാൻ വേണ്ടി പൗലോസിനെ അനുഭവിക്കുന്ന ഈറ്റുനോവിനെ കുറിച്ച്. പക്ഷെ അയാളിൽ തന്നെ അയാൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. ഈശോന്റെ വാക്കിലൂടെയും പ്രവൃത്തിലൂടെയും പുറത്തു വരണം എന്നുണ്ടെങ്കിൽ
ഞാൻ ചില പുതിയ ക്രമങ്ങളിലൂടെ പോകേണ്ടതായിട്ടുണ്ട്, ചില നിഷ്ഠകളിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ എൻ്റെ വാക്കുകളുടെയും പ്രവൃത്തിയിലൂടെയും ഈശോ പുറത്തേക്ക് വരുത്തുള്ളൂ, ഈശോ ജനിക്കുകയുള്ളൂ. ഇപ്പൊ ഹൃദയത്തിൽ രൂപപ്പെട്ട ഈശോ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും സ്വഭാവത്തിലൂടെയും ഇടപെടലിലൂടെയും പ്രതികരണങ്ങളിലൂടെയും ഒക്കെ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ചില നിഷ്ഠകളിലൂടെയും ക്രമീകരണങ്ങളിലൂടെയും ക്രമങ്ങളിലൂടെയൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വേദന ഞാൻ സഹിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നൊരു ഈറ്റുനോവ് എന്നൊക്കെ പറയുന്നത്. പല ആരോപണങ്ങളും കേട്ടെന്നിരിക്കാം, പക്ഷെ അതെല്ലാം മറികടന്ന് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ 7 വ്യാകുലങ്ങളെന്ന് വളരെ വേഗത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഒന്ന് ശിമയോൻ നടത്തുന്ന പ്രവചനം, അത് ടെൻഷൻ എന്ന് പറഞ്ഞത്. മറിയം ഉൾക്കൊള്ളുന്നൊരു ടെൻഷനുണ്ട്. ഈ ടെൻഷൻ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഈശോ എങ്ങനെ നമുക്ക് ഇങ്ങനെ ഇവിടെ ഈശോയെ നൽകാൻ പറ്റുമോ, ഇനി ഈശോയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കേണ്ടി വരുന്നത് എന്താണ്, അല്ലെങ്കിൽ ഈശോയ്ക്ക് നിരക്കാത്തൊരു തലസ്ഥാണോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത്, ഇവിടെ മാറണമല്ലോ. അങ്ങനെ ഒരു ടെൻഷൻ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാള് ഈ ലോകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടെൻഷനുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഈജിപ്തിലേക്കുള്ള പലായനമാണ്, ഒരു ഒളിച്ചുപോക്ക. ഈ ഹെറോദോസ് കൊന്നുകളയോ എന്നൊക്കെ പേടിച്ചിട്ട് അവിടെ നിലകൊള്ളാതെ അവിടെ നിന്ന് ഒളിച്ച് വളരെ ദൂരത്തേക്ക് പോവുകയാണ്, ഈജിപ്തിലേക്ക് പോകുന്നു. സത്യത്തില് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഏതൊരാളും പല കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടതായിട്ടുണ്ട്. ഇതെന്റെ ക്രിസ്തു അനുഭവ ജീവിതത്തെ മുറിപ്പെടുത്തുക അല്ലെങ്കിൽ അപകടപ്പെടുത്തുമെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഒഴിഞ്ഞു പോവുക, ദൂരത്തേക്ക് ഒഴിഞ്ഞു പോവുക. ഇതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെന്ന് പറയുന്നത് ഈ ദേവാലയത്തിൽ കാണാതെ പോയി കണ്ടെത്തി എന്ന് പറയുന്ന സംഭവമാണ്. നമ്മുടെ പല ക്രിസ്തു മൂല്യങ്ങളും നമ്മൾ വളരെ കാര്യമായിട്ടൊക്കെ തുടങ്ങി വെച്ച്, നമ്മൾ പറയും 1-ാം തീയതി തുടങ്ങി, ആ 3-ാം തീയതി 4-ാം തീയതി ആയപ്പോൾ തന്നെ തീർന്നത് പോയി, ഇനി 5-ാം തീയതി ഒന്നുകൊണ്ട് തുടങ്ങണമല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പല നല്ല തീരുമാനങ്ങളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഈശോയെ കൂടെ കൂട്ടിയതിന്റെ പേരിൽ കുറച്ചും കൂടെ ബൈബിള് വായിക്കാം. അങ്ങനെ നമ്മൾ കുറെ നല്ല ശീലങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നല്ല മൂല്യങ്ങൾ, ഒരു നീതിബോധമുണ്ട്, അതിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്ത് ജീവിക്കേണ്ടതുണ്ട്. ഈ അനീതിയായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള കുറെ തീരുമാനങ്ങളൊക്കെ എടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വാല്യൂസ് ഒക്കെ നഷ്ടപ്പെടുക, ഈ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. കരുണയില്ല, നീതിയില്ല, അത്രയ്ക്ക് സത്യസന്ധതയിൽ അല്ല ഇപ്പം ജീവിക്കുന്നത്. അങ്ങനെ ഈ കൈമോശം വന്ന മൂല്യങ്ങളൊക്കെ ഇനി എങ്ങനെ തിരികെ പിടിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഈ ഈശോയെ കയ്യിൽ നിന്ന് പോയി. ശ്രദ്ധക്കുറവുണ്ടാ മറിയത്തിന്റെയും യോസേപ്പിതാവിന്റെയും ഒരു മറിയം ചിന്തിക്കുന്ന യോസേപ്പിതാവിന്റെ കൂടെന്ന്, യോസേപ്പിതാവ് ചിന്തിക്കുന്ന മറിയത്തിന്റെ കൂടെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നമ്മള് പരിശുദ്ധ അമ്മയും യോസേപ്പിതാവൊക്കെ ആണെന്ന് പറയാൻ നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ചില ശ്രദ്ധക്കുറവുകളുണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയ ഈശോ. അല്ലെങ്കിൽ ആദ്യ സ്നേഹം നീ ഇപ്പൊ കൈപിടിഞ്ഞു എന്നൊക്കെ പറയുന്ന ആ വചനം നമുക്ക് ഓർക്കാം. തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്നൊരു തീക്ഷ്ണതയൊന്നും ഇപ്പൊ ഇല്ല, അത് ഇങ്ങനെ മങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോഴാണ് ഈ ഒരു വ്യാകുലം നമ്മൾ ഓർക്കേണ്ടത്. പോയി പള്ളിയിൽ അന്വേഷിക്കും. അവർ തിരിച്ചുപോയി ദേവാലയത്തിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ഈശോ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിന്ന് നമുക്ക് തോന്നുന്ന ഈ മൂല്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ പള്ളിയിൽ പോയിരിക്കണം, ഈശോയുടെ അടുത്തിരിക്കണം, തിരിച്ചു കിട്ടും. അവിടുന്ന് തിരിച്ചു പിടിക്കാൻ പറ്റും ഈ മൂല്യങ്ങളൊക്കെ. അവിടുന്ന് ഈ ഉണർവ് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. നീതിബോധത്തിന്റെ ഉണർവ്, കരുണയുടെ ഉണർവ്, കുറെ കൂടി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള ഉണർവ്, ഇതൊക്കെ ഒരു ഉണർവാണ്. ഈ ഉണർവെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുന്നത് ഈശോയുടെ അടുത്ത് പോയിരിക്കുമ്പോഴാണ്, ദേവാലയത്തിൽ പോയിരിക്കുമ്പോഴാണ്. അപ്പൊ ദേവാലയത്തിൽ നിന്ന് ഈശോയെ തിരിച്ചു കിട്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ മൂന്നാമത് വായിക്കുന്നത്. നാലാമത് കുരിശിന്റെ വഴി യാത്രയാണ്. ഈശോയുടെ കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്രയിൽ മറിയം കൂട്ടുപോകുന്നു. ഒരു ഫിക്സഡ് സഫറിങ്, ഇത് ഫിക്സ് ചെയ്തിരിക്കുക. ഈ സഫറിങ്, ഈ ഒരു സഹനം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ചില രോഗങ്ങളാകട്ടെ, ചില ക്ലേശങ്ങൾ, ചില ബുദ്ധിമുട്ട്, സാമ്പത്തിക പരാജയങ്ങൾ, എന്തൊക്കെ ചില ക്ലേശങ്ങൾ, ചില ആളുകൾ വേർപെട്ടു പോയി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും മരണം മൂലം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ വേർപെട്ടു പോയി. അപ്പം ഈ നഷ്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു ഫിക്സഡ് സഫറിങ്, ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് പോയി, നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഈശോയുടെ ഈ കുരിശ് എന്ന് പറയുന്നത് ഈശോ എടുത്തു മാറ്റുന്നില്ല, അതിങ്ങനെ അനുഭവിച്ചേ തീരൂ. അതായത് അതിനാ ഈശോ ജനിച്ചത്. അപ്പോ അതിന് കൂട്ടുപോയിക്കൊണ്ടിരിക്കാൻ അറിയപ്പോ നമ്മുടെ പാതിരിപ്പിയുടെയൊക്കെ സാൻ ജിയോവാൻ റോത്തേന്തൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന രൂപമുണ്ട്. ഈ ഷിമിയോന് പകരം കുരിശുമൊക്കെ സഹായിക്കുന്നത് പാതിരിപ്പിയെ, അങ്ങനൊരു ചിത്രമാണ്. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുരിശുമൊക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് ഈശോയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തി. മറിയം ആ കുരിശ് ചുമന്നു എന്നല്ല, പക്ഷെ ആ കൂടെ ഒരാശ്വാസമായി ബലമായി കൂടെ പോകുന്നു, അല്ലെങ്കിൽ ആ ഒപ്പം സഹിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക.
അപ്പൊ അതാണ് ഈ ഒരു നാലാമത്തെ ഭാഗം നമ്മൾ ചിന്തിക്കേണ്ടത്. ചില വേദനകൾ എടുത്തു മാറ്റാൻ പറ്റത്തില്ല, അതും കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈശോയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഈ പാദ്രിപ്പിയോ 50 വർഷം ശരീരത്ത് വേറിയ ആ കർത്താവിന്റെ തിരുമുറിവുകൾ, ആ തിരുമുറിവുകളായിട്ട് ജീവിച്ചതിന്റെ പേരിലാണ് ഈ കുരിശ് പോകുന്ന ഈശോയുടെ കൂടെ പോകുന്നു എന്ന് പറയുന്നൊരു ചിത്രം രൂപപ്പെടുന്നത്. എന്ന് പറഞ്ഞ പോലെ മറിയം കൂടെ പോകുന്നു എന്ന് പറയുന്ന ആ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഏതൊരു സഹനത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ കുരിശിന്റെ വഴിയിലേ നടന്നു പോകുന്ന ഈശോയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ സഹനം, ആ വ്യാകുലം എന്ന് പറയുന്നത്. നാലാമത്തത്. അഞ്ചാമത്തത് ഈശോയുടെ മരണം കാണുന്നു. കുറെ ചിന്തിച്ച് എന്താണ് ഈ കുരിശിൻ ചുവട്ടിൽ നിന്ന് മരണം കണ്ടുകൊണ്ട് നിൽക്കുന്ന മറിയവും നമ്മളും തമ്മിലുള്ള ഒരു സാമ്യപ്പെടുത്തൽ, ഒരു ഐഡന്റിഫിക്കേഷൻ നമുക്ക് എങ്ങനെ അങ്ങനെ ഒന്ന് താരതമ്യം ചെയ്തെടുക്കാൻ പറ്റും? കുറച്ച് നേരം പ്രാർത്ഥിച്ചതിനെ പറ്റി തോന്നിയൊരു കാര്യമുണ്ട്. ഈ ക്രൂശിതനായ അല്ലെങ്കിൽ കുരിശിൽ മരിച്ചു കിടക്കുന്ന ഈശോയുടെ മുമ്പിൽ നിൽക്കുന്ന മറിയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ച ക്രിസ്തു മൂല്യങ്ങൾ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നത് കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. വളരെ സിമ്പിളായിട്ടൊക്കെ പറയുകയാണെങ്കിൽ, ഒരു ചെറുപ്പക്കാരന് വളരെ നീതിബോധത്തിൽ അയാൾ ജീവിച്ചു വരികയാണ്. അയാളുടെ അടുത്ത് വരുന്ന ആൾക്കാരോടെല്ലാം നീതിപൂർവ്വം മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ, അവർക്ക് കൊടുക്കേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സന്ദർഭത്തിൽ എത്തിയപ്പോഴത്തേക്ക് പഠിച്ച് പാസ്സായി, പരീക്ഷ പാസ്സായി, റാങ്ക് ലിസ്റ്റിലുണ്ട്, ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലോണം പെർഫോം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ ഒരു ഉറപ്പ് ജോലി കിട്ടിയിട്ടില്ല. അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെക്കാൾ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബലമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ഇയാളെക്കാൾ പണം എറിയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇയാളെക്കാൾ പിടിപാടുള്ള ആൾക്കാരുണ്ട്, ഈ ഒരു ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിൽ ബന്ധുബലമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ജോലി കിട്ടി. ഈ ചെറുപ്പക്കാരന് ജോലി കിട്ടിയില്ല. അവനിറങ്ങി ഒന്നും പറയാൻ പറ്റുന്ന രീതിക്ക് അല്ലാതെ അവനിറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ കാണുന്നത് ഈ കുരിശിന്റെ ചോട്ട് നിൽക്കുന്ന മറിയത്തെയാണ്. ഈശോ ക്രൂശിക്കപ്പെട്ടു, അത് നോക്കി നിൽക്കുന്ന മറിയം. ഇതാണ് ആ അഞ്ചാമത്തെ വ്യാകുലം എന്ന് പറയുന്നത്. അവൻ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. താൻ വലിയ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ആ ക്രിസ്തു മൂല്യം ക്രൂശിക്കപ്പെട്ട് കിടക്കുക. അതിന്റെ മുമ്പിൽ നിസ്സഹായനെ നോക്കിക്കാനേ പറ്റുന്നുള്ളൂ. നീതി ക്രൂശിക്കപ്പെട്ടു, കരുണ ക്രൂശിക്കപ്പെട്ടു, സത്യസന്ധത ക്രൂശിക്കപ്പെട്ടു, അഴിമതിയും ഈ നമ്മൾ പറയും ഇങ്ങനെ ബന്ധുബലവും രാഷ്ട്രീയ ബലവും സാമ്പത്തിക ബലവും ഈ സ്വാധീനപരവും മുഖസ്തുതി പാടിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ എന്തോരം ആൾക്കാർ എന്തോരം കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്നു. പലയിടത്തും രാഷ്ട്രീയത്തിലും ഓഫീസുകളിലും മാത്രമല്ല, കത്തോലിക്ക സഭയ്ക്കകത്തു പോലും, കത്തോലിക്ക സഭയ്ക്കകത്തുള്ള ജോലികളും കാര്യങ്ങളും പോലും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ സാധിക്കുക. വ്യക്തമായിട്ടും അങ്ങനെ തന്നെ കാണാൻ സാധിക്കുക. അപ്പം ഇങ്ങനെ ഞാൻ വില കൊടുക്കുന്ന എൻ്റെ നീതിയെ ക്രൂശിക്കുന്നതായിട്ട് ഞാൻ കാണുകയാണ്. അപ്പൊ മാതാവ് ആ കുരിശിൻ ചുവട്ടിൽ മരണം കണ്ടുകൊണ്ട് നിൽക്കുന്നു, എൻ്റെ മകന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മരണം കണ്ടുകൊണ്ട് നിൽക്കുന്ന മറിയത്തെ സംബന്ധിച്ചിടത്തോളം, അത് യോഹന്നാനോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാ. നമ്മൾ ആ ഭാഗത്ത് നിൽക്കുക. വലിയ വില കൊടുക്കേണ്ട ക്രിസ്തു മൂല്യങ്ങളൊക്കെ ഹനിക്കപ്പെടുമ്പോൾ, കൊന്നുകളയപ്പെടുമ്പോൾ ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ ഓർക്കണം. കുരിശിൽ നിൽക്കുന്ന ചുവട്ടിൽ നിൽക്കുന്ന മറിയത്തെ നമ്മൾ ഓർക്കണം. ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് ഇതാ കിടക്കുന്നു. ഇതാണ് ആ അഞ്ചാമത്തത്. ആറാമത്തത് മൃതശരീരം മടിയിലേക്ക് ഏറ്റുക എന്നുള്ളതാണ്. മൃതശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങുന്നത് ഈ അവസാനത്തെ മൂന്നെണ്ണം നമുക്ക് ഒരുമിച്ച് വായിക്കാവുന്നതാണ്. മൃതശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി സമ്പൂർണ്ണ പരാജയമാണ്. ജ്വലിച്ചു നിൽക്കേണ്ട മൂല്യങ്ങളാണ് ഇങ്ങനെ മരിച്ചു വളർന്ന് കിടക്കുന്നത് എന്ന രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുക മറിയം മൃതശരീരം മടിയിലേക്ക് ഏറ്റുവാങ്ങി. പക്ഷെ ആ പിയാത്ത നമ്മൾ ഓർക്കണം. മൈക്കൽ ആഞ്ചലോയുടെ പിയാത്ത നമ്മൾ സാധാരണ കാണുന്ന ചില പെയിന്റിങ്ങൾ കാര്യമല്ലോ, മൈക്കൽ ആഞ്ചലോ വെച്ചെന്ന് പറയുന്ന പിയാത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത, അവിടെ ഇരിക്കുന്ന മറിയം ഈ കരഞ്ഞ് നിലവിളിച്ച് തകർന്ന് തരിപ്പണമായിരിക്കുന്ന മറിയോ അല്ല. മകന്റെ മൃതശരീരം മടിയിൽ ഏറ്റുവാങ്ങി അവൾ ഇരിക്കുന്നത് രാജ്ഞിയെ പോലെയാണ്. തലയെടുപ്പോട് കൂടി നട്ടലിന് നിവർത്തി മൃതശരീരമായിട്ടുള്ളിരിക്കുക. ആ ഇരിപ്പൊരു രാജ്ഞിയുടെ. അവൾക്കറിയാം ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ, നീതിയും വിശ്വസ്തതയും കരുണയും ഒക്കെ പൂർണ്ണമായിട്ടും കൊന്നു തൊലച്ചു കളഞ്ഞപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും മൂന്നാം പൊക്കം പുറത്തുനിന്ന് മാത്രം ഉരുട്ടി മാറ്റാവുന്ന കല്ല് അകത്തുനിന്ന് അയാൾ ഉരുട്ടി മാറ്റിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരും. 100% ഉറപ്പുള്ളൊരു വസ്തുത.
ഈ ഒരു ഉറപ്പിന് മുകളിലേക്ക് മാതാവിന് ഇരിക്കുന്ന ഫിയാത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫിയാത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനപ്പുറമുണ്ട്, അതിനപ്പുറം ഇനിയും വായിക്കാനുണ്ട് എന്നുള്ളൊരു ഉറപ്പ്. ഇതാണ് നമുക്ക് കാണാൻ. അതിന് ഏഴാമത്തെ നമ്മൾ വായിക്കുന്നത് ഈശോയുടെ മൃതസംസ്കാരത്തിലെ കർമ്മത്തിൽ പങ്കെടുക്കുന്ന മറിയം. ഈശോ അടക്കമാണ് നമ്മൾ കാണുന്നത്. ഈശോ അടക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്. അവിടെയും മറിയം ആ വേദനയോടുകൂടി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഒരു ഉറപ്പുണ്ട്, പ്രത്യാശ, ഒരു പ്രാർത്ഥനയുണ്ട്. മൂന്നാം പക്കം അവന് പുറത്തേക്ക് വരിക എന്നുള്ള ഉറപ്പ്. ഈ അവസാനത്തെ മൂന്നെണ്ണം പറയുന്നത് ഈശ്വര മരണം, മൃതശരീരം ഏറ്റുവാകല്, അടക്കം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മൂന്നും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ക്രിസ്തീയ മൂല്യങ്ങളൊക്കെ തകർത്തെറിയപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ചുറ്റുപാട് അങ്ങനെ തകർത്തെറിയപ്പെട്ടു എന്ന് കാണുമ്പോഴും അതിനെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അതിനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇതാണ് ഒരു ഉറപ്പ്. ഈ ഉറപ്പാണ് ഈ പോരാട്ടത്തിൻ്റെ 7 പടികളിലൂടെ കടന്നു പോകുമ്പോൾ മറിയം നമുക്ക് പങ്കുവയ്ക്കുന്നത്. മറിയം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കലാപം എന്നാണല്ലോ. ഈ കലാപം, ഈ പോരാട്ടം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു എന്ന് പറയുന്നൊരു തിരുനാളായത്. ഒരു വലിയ ചക്രവർത്തി ഇങ്ങനെ അടിതെറ്റി വീഴത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അയാൾ തീർന്നു. 1814 നെപ്പോളിയൻ തീർന്നു. പിയൂസ് 7 പാപ്പ വിജയശ്രീ നാളിതിനായി മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം സ്ഥാപിച്ച ഈ തിരുനാളിന് പോരാട്ടത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്, ഒരു മണമുണ്ട്. അതാണ് നമ്മളിവിടെ ഈ 7 വ്യാകുലങ്ങൾ കൊണ്ട് വായിച്ചെടുക്കേണ്ടത്. ഇതിനകത്തെല്ലാം മറിയത്തിൻ്റെ ഒരു പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ക്രിസ്തുവിനെ ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ ഒരു ടെൻഷൻ ഒന്നാമത്തത്. രണ്ടാമത്തത്, ക്രിസ്തുവിനെ സൂക്ഷിക്കാൻ വേണ്ടി പലതിൽ നിന്നും ഒളിച്ച് യാത്ര ചെയ്യേണ്ടി വരേണ്ട ഒരു ജീവിതം. മൂന്നാമത്തത്, കൈമോശം എന്ന ക്രിസ്തു മൂല്യങ്ങളെ ദേവാലയത്തിൽ ചെന്ന് തിരികെ കണ്ടെത്തിക്കൊണ്ടുവരുന്ന രീതി. നാലാമത്തത്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള സഹനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്നിരിക്കൽ ഞാൻ ഈശോയോട് കൂട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സഹനമായിട്ട് ഞാൻ ഈശോയുടെ കുരിശിൻ്റെ വീട്ടിൽ കൂട്ടുപോയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ബോധ്യം. അഞ്ചാമത്തതും ആറാമത്തതും ഏഴാമത്തതും, എൻ്റെ ക്രിസ്തു മൂല്യങ്ങളെ കൊന്ന് തൂക്കിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ മുമ്പിൽ നിസ്സഹായനായി നിൽക്കാൻ എനിക്ക് പറ്റുന്നുള്ളൂ. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ട്, ആ ക്രിസ്തു മൂല്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ പോലെ നീതി ഉയർത്തെഴുന്നേൽക്കും, കരുണ ഉയർത്തെഴുന്നേൽക്കും, വിശ്വസ്ത ഉയർത്തെഴുന്നേൽക്കും. ഇതൊരു ഉറപ്പുണ്ട്. ഇതാണ് ഈ 7 വ്യാകുലങ്ങൾ തരുന്ന പാഠം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇരുതല മൂർച്ചയുള്ള വാളാണ് മറിയത്തിൻ്റെ ഹൃദയത്തിൽ തറച്ചിരിക്കുന്നതെങ്കിൽ മറിയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ മറുതല നമ്മുടെ ഹൃദയത്തിലേക്കും തറച്ചിറങ്ങട്ടെ. അങ്ങനെ മറിയത്തിൻ്റെ അതേ വ്യാകുലങ്ങൾ നമ്മുടെയും വ്യാകുലങ്ങളായി മാറും. എങ്കിൽ മാത്രമേ ഈ തിരുനാളിനെ വിളിക്കുന്ന ഒരു പേര് നമ്മളിലും സാർത്ഥകമാവുകയുള്ളൂ. ആ പേരിങ്ങനെയാണ്, സ്പിരിച്വൽ മാർട്ടിഡം, ആത്മീയ രക്തസാക്ഷിത്വം. അങ്ങനെയാണ് ഈ തിരുനാളിനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ വ്യാകുലമാതാവിനെ വിളിക്കുന്നത്. നമുക്കും ഈ ആത്മീയ രക്തസാക്ഷിത്വത്തിലൂടെ കടന്നാൽ മാത്രമേ ക്രിസ്തുവിനെ വാഴ്ത്തപ്പെടുത്താനായിട്ടുള്ള കൂടുതൽ സാധ്യതകൾ ഉണ്ടാവുകയുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ.